ഇത് പുറത്തു വരുമെന്നറിഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പുകൾ മറച്ചു വെക്കാനുള്ള അവസാന ശ്രമം നടത്താനായിരുന്നു എന്നുള്ളതാണ്. കോടതിയുടെ ഇടപെടലോടെ അതും കൂടിയാണ് പൊളിഞ്ഞിരിക്കുന്നത്. ഇത് കേരളത്തിലെ വിശ്വാസിയും അവിശ്വാസിയും ക്ഷമിക്കില്ല എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഓരോ ഇൻസിഡൻസും ഉണ്ടാക്കുന്നത്. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഒരു പ്രൊവോക്കേഷനും ഇല്ലാത്ത തലത്ത് വലിയ തോതിലുള്ള പോലീസ് ബ്രൂട്ടാലിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. അപ്പം ഇവിടെ എനിക്ക് മർദ്ദനമേറ്റതിൻ്റെ കാര്യം വെച്ച് ഇത് ഒരു സഹപ്രവർത്തകന് ആ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ കണ്ടതാണ്. പോലീസ് അവിടെ പറയുന്നതും CPM പ്രചരണം നടത്തുന്നതും ഞങ്ങൾ പേരാമ്പ്രയിൽ, ഞാനും DC പ്രസിഡന്റും പേരാമ്പ്രയിൽ പോയതെന്തോ സംഘർഷം ഉണ്ടാക്കാനെന്നുള്ളതാണ്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഞാനൊരു വീഡിയോ അയക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്നെടുത്ത് നോക്ക്. നിങ്ങൾ പോലീസിൽ നിന്ന് അകന്നു നിൽക്കണം. അവിടെ സംഘർഷം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളത് ഈ സംഘർഷമൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് അവിടെ ചെന്നെന്ന് പറഞ്ഞതാണ്. ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയവരല്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇതുപോലൊരാൾക്ക് പരിക്ക് പറ്റിയിട്ടും പോലീസിന്റെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതും ഉണ്ടായിട്ടുള്ള ഒരു പരിക്കല്ലാതെ ഒരു പോലീസുകാരന് പോലും അവിടെ അഡീഷണൽ ആയിട്ട് പരിക്കേറ്റോ? അപ്പം അവിടെ ആ നാടിൻ്റെ പേരാമ്പ്രയുടെ സമാധാനം കളയാതിരിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ആ ദിവസം നടത്തിയത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എൻ്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത മിനിറ്റിൽ, തൊട്ടടുത്ത സെക്കൻഡിൽ എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെൻ്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ എങ്ങോട്ട് മാറുമ്പോൾ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എൻ്റെ തലയിലും മുഖത്തും അടിച്ച ആള്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം, തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക. അപ്പം ആരാണ് അടിച്ചതെന്ന് കണ്ടെത്താൻ പിണറായി വിജയൻ സർക്കാരിൻ്റെ പണിയെടുക്കാത്ത AI ടൂളിൻ്റെ ആവശ്യമൊന്നുമില്ല. 6 ഇഞ്ച് മൊബൈൽ സ്ക്രീനിൽ ആ വീഡിയോ 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വിഷ്വൽ നിങ്ങൾ കാണുക. അയാൾ മർദ്ദിക്കുന്നതിൻ്റെ ഫ്രണ്ട് വിഷ്വൽ